ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? എന്താ വിശേഷം? യൂട്യൂബിലെല്ലാം ഫേമസ് ആയി കാണുന്നൊരു കഷ്കുഷ റെസിപ്പി ആയിട്ടാണ് വന്നത്. ട്രൈ ചെയ്ത് നോക്കുന്നതന്നെ, ഫസ്റ്റ് ടൈമാണ്. അതിന് വേണ്ടി 3 ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ച്, 4 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും എല്ലാം ഒന്ന് ചെറുതായി അരിഞ്ഞ് വെച്ച്, തക്കാളി 3 ചെറിയ തക്കാളി എടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ച് വെച്ച്, അതിന് ശേഷം ഫ്രൈ പാൻ വെച്ച് ചൂടായ ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായ സമയത്ത് ചെറിയ ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്ത് അതിന് ശേഷം വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഉള്ളി ഇട്ടെടുത്ത്, ഉള്ളി കുറച്ച് നന്നായിട്ട് വാടണം. ശരിക്കും അത്രക്ക് വല്ലാണ്ട് ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, എന്നാൽ സാധാരണ ഒരു ചെറിയൊരു വ്യത്യാസം. സാധാ മുട്ട റോസ്റ്റെല്ലാം ആക്കുന്നതിൽ നിന്ന് ചെറിയൊരു മാറ്റം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ സാധനം. ചപ്പാത്തിക്കും പൊറോട്ടക്കെല്ലാം നല്ല അടിപൊളി സാധനം. ഉള്ളി നന്നായി വാടിയതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി അതൊന്ന് ആ പൊടീൻ്റെ പച്ചമണമെല്ലാം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കി. എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പൊടികൾ പച്ചമണമെല്ലാം മാറി നന്നായി മൂത്തതിന് ശേഷം അരച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുത്ത് ഇനി അത് കുറച്ച് സമയം നന്നായിട്ട് അത് ഒന്ന് വാടിയെടുക്കണം. തക്കാളീൻ്റെ ആ ഒരു പച്ച ടേസ്റ്റെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ വഴറ്റിയിട്ട് പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കും മല്ലിയിലയും ഇടണം. ക്യാപ്സിക്കവും മല്ലിയിലയും ഇട്ടതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കിയിട്ട് കുറച്ച് സമയം അടച്ചു വെക്കണം. ആ ക്യാപ്സിക്കവും മല്ലിയിലയും എല്ലാം ഇട്ട് നന്നായി ഒന്ന് വഴച്ചതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസും വളരെ കുറച്ച് സോയാ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിൻ്റേതായ അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എനിക്കത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം നന്നായി എല്ലാ ഉള്ളി എല്ലാം കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം മുട്ട ഇട്ട് കൊടുത്ത് 4 ഇങ്ങനെ കുഴി പോലെ ആക്കി കൊടുത്തിട്ട് 4 കുഴിയിലും മുട്ട ഒഴിക്കരുത്. എന്നിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം എടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെക്കും. അടച്ചു വെച്ചാൽ മുട്ടയിൽ നന്നായി വെന്തൊന്ന് സെറ്റായാൽ ഓക്കെ. ചപ്പാത്തിക്കും പൊറോട്ടക്കും പത്തലായാലും ദോശ എല്ലാത്തിനും നല്ല മാച്ചാട്ടാണ്. എന്തായാലും മുട്ട റോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റിന് ചെറിയൊരു മാറ്റം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കമൻറ്റിലൂടെയും അഭിപ്രായങ്ങൾ അറിയിക്കണേ.